പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജാർഖണ്ഡിലാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച 5 കുട്ടികൾക്ക് HIV രോഗബാധ. സിംഗ്ഭൂം ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച കുട്ടികൾക്കാണ് HIV സ്ഥിരീകരിച്ചത്. ബ്ലഡ് ബാങ്കിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കണ്ടെത്തൽ. ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാമ സദാനന്ദൻ, ബ്ലഡ് ബാങ്കിലേക്ക് രക്തം സ്വീകരിക്കുന്നതിന് മുൻപ് പ്രാഥമിക പരിശോധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് HIV ബാധിതനാണോ എന്നത്. അപ്പോൾ പരിശോധനകൾ നടത്താതെ രക്തം സ്വീകരിക്കുകയായിരുന്നോ? എവിടെയാണ് തെറ്റുപറ്റിയത്? സുജയ, 5 കുട്ടികളുടെ ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഗുരുതര അനാസ്ഥ തന്നെയാണ് ഈ ചൈബാസയിലെ സദർ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ തൽമീസിയ എന്ന ജനിതക രോഗം ബാധിച്ചിട്ടുള്ള 5 കുട്ടികൾക്കാണ് ഇപ്പോൾ HIV രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് ഇടയ്ക്ക് രക്തം മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത്തരത്തിൽ 25 യൂണിറ്റ് രക്തം സ്വീകരിച്ച 7 വയസ്സുള്ളൊരു കുട്ടിക്കാണ് ആദ്യം HIV രോഗബാധ സ്ഥിരീകരിച്ചത്. അതിനുശേഷം നടത്തിയ പരിശോധനയാണ് മറ്റ് 4 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡോക്ടർ ദിനേശ് കുമാറിന്റെ നേതൃത്വത്തിൽ 5 അംഗ വിദഗ്ധ സമിതി ഒരു അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ ഈ ബ്ലഡ് ബാങ്കിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. രക്തം സ്വീകരിക്കുമ്പോൾ നടത്തേണ്ട പരിശോധനകളൊന്നും നടത്തുന്നില്ല. അതുപോലെ തന്നെ ഈ രക്തം ആരാണ് നൽകുന്നത് എന്ന തരത്തിലുള്ള യാതൊരു രേഖയും ഇവിടെ സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണം നടക്കുന്നതോറും കൂടുതൽ വിവരങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു അനാസ്ഥ തന്നെയാണ് നടന്നിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനയും അവിടെ നടക്കുന്നുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് ശ്യാമ സദാനന്ദനാണ്.